Hello students, today we are discussing about printing. Printing എന്താണ്? പ്രിന്റിങ്ങിന് ഉപയോഗിക്കുന്ന ഒബ്ജക്റ്റുകൾ എന്തൊക്കെയാണ്? പ്രിന്റിംഗ് ടൈപ്സ് എന്തൊക്കെയാണ്? ഇത്തരം കാര്യങ്ങളെല്ലാം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ക്ലാസ് കേൾക്കുന്ന സമയത്ത് സ്ക്രിബ്ലിംഗ് ആയിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടേതായ ഒരു നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം വളരെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആയിട്ടുള്ള ഒരു സ്ലൈഡ്സ് ആയിരിക്കും ക്ലാസ്സിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. സോ ആ സമയത്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന പോയിന്റ്സ് നിങ്ങൾ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതിനുശേഷം ഒരു ക്ലാസ് സ്ക്രിബിൾ ചെയ്ത് കണ്ടതിന് ശേഷം ജസ്റ്റ് വെറുതെ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്തോ ക്ലാസ് കേൾക്കുക മാത്രം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ക്ലാസ്. Printing എന്ന് പറയുന്നത് it's a process for mass reproducing text and images using a master form or template. Printing എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസ്റ്റർ ഫോമോ ടെംപ്ലേറ്റുകളോ ഉപയോഗിച്ചുകൊണ്ട് ചിത്രങ്ങളും ടെക്സ്റ്റുകളും ഒക്കെ നിർമ്മിക്കുന്നതിനുള്ള അല്ലെങ്കിൽ പുനർനിർമ്മിക്കുന്നതിനുള്ള ഒരു പ്രോസസ്സാണ് പ്രിന്റിംഗ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രിന്റിംഗ് പേപ്പറുകളിലും തുണികളിലും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് പ്രിന്റിംഗ് ടെക്നോളജീസ് എല്ലാം വളരെ വലിയ രീതിയിൽ വളർന്നു കഴിഞ്ഞു. സോ അതിന്റെ ഹിസ്റ്ററിയാണ് നമ്മൾ പഠിക്കുന്നത്. അന്നത്തെ കാലഘട്ടത്തിലെല്ലാം സിലിണ്ടർ സീലുകള്, സൈറസ് സിലിണ്ടറുകൾ, സിലിണ്ടേഴ്സ് ഓഫ് നബോണിഡസ് ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് പ്രിന്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേസമയം 220 AD വുഡ് ബ്ലോക്ക് പ്രിന്റിംഗ് ആണ് ആദ്യം നിലവിൽ വന്നത്. അത് ചൈനയിലാണ് നിലവിൽ വന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ ചൈനയിൽ തുണികളിൽ പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വുഡ് ബ്ലോക്ക് പ്രിന്റിംഗ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് 1040 AD ബീഷങ് എന്ന് പറയുന്ന ഒരാൾ മൂവബിൾ ടൈപ്പ് പ്രിന്റിംഗ് ഇൻവെന്റ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് 15th century ആയപ്പോഴേക്കും ജൊഹാനസ് ഗുട്ടൻബർഗ് പ്രിന്റിംഗ് പ്രസ് ഇൻവെന്റ് ചെയ്തു. സോ wood block printing, then movable type, അതിനുശേഷം printing press. wood block printing എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it's a technique for printing text, images, patterns that was used widely throughout East Asia. ഈസ്റ്റ് ഏഷ്യയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പ്രിന്റിംഗ് ആണ് wood block printing. ഇത് ഒറിജിനേറ്റ് ചെയ്തത് ചൈനയിൽ നിന്ന് തന്നെയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പ്രിന്റിംഗ് ടൈപ്പുകളെല്ലാം ഒറിജിനേറ്റ് ചെയ്യുന്നത് ചൈനയിൽ നിന്നുമാണ്. ഓക്കെ, സോ ഈ ഒരു വുഡ് ബ്ലോക്ക് പ്രിന്റിംഗ് മുൻപ് തന്നെ പറഞ്ഞു ക്ലോത്ത് പ്രിന്റിങ്ങിനെല്ലാം ഉപയോഗിക്കുന്നതാണ്, പ്രിന്റിംഗ് ഓൺ ടെക്സ്റ്റൈൽസ്. അതിനുശേഷമാണ് പേപ്പറുകളിൽ അവർ ഈ ഒരു പ്രിന്റിംഗ് പരീക്ഷിച്ചു നോക്കിയത്. ആസ് എ മെത്തേഡ് ഓഫ് പ്രിന്റിംഗ് ഓൺ ക്ലോത്ത്, ദ ഏർലിയസ്റ്റ് സർവൈവിംഗ് എക്സാമ്പിൾസ് ഫ്രം ചൈന ഡേറ്റ് ടു ബിഫോർ 220 AD. 220 AD മുൻപൊക്കെയാണ് ഈ ഒരു തരത്തിലുള്ള പ്രിന്റിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തുടർന്നാണ് മൂവബിൾ ടൈപ്പ് പ്രിന്റിംഗ് നിലവിൽ വന്നത്. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് പ്രിന്റിംഗ് ആൻഡ് ടൈപ്പോഗ്രഫി യൂസിംഗ് മൂവബിൾ പീസസ് ഓഫ് മെറ്റൽ ടൈപ്പ് മെയ്ഡ് ബൈ കാസ്റ്റിംഗ് ഫ്രം matrices struck by letter punches. Movable type allowed for much more flexible processes than hand copying or block printing. അതായത് വുഡ് ബ്ലോക്ക് പ്രിന്റിങ്ങിനേക്കാൾ കൂടുതൽ ഒരു വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിരുന്നു മൂവബിൾ ടൈപ്പ്. ഇതെന്ന് പറയുന്നത് മൂവബിൾ ടൈപ്പുള്ള, അതായത് മെറ്റൽ ടൈപ്പുകൾ വെച്ച് മൂവ് ചെയ്തുകൊണ്ടായിരിക്കും ഈ ഒരു പ്രിന്റിംഗ് പ്രോസസ്സ് നടക്കുന്നത്. സോ ലെറ്റർ പഞ്ചിങ് ചെയ്യുന്ന പോലെയൊക്കെയുള്ള ഒരു ടൈപ്പ് ഓഫ് പ്രിന്റിംഗ് ആണ് മൂവബിൾ ടൈപ്പിൽ ഉണ്ടായിരുന്നത്. വുഡ് ബ്ലോക്ക് പ്രിന്റിങ്ങിനെ അപേക്ഷിച്ച് വളരെ എളുപ്പമുള്ള ഒരു പ്രോസസ് ആയിരുന്നു മൂവബിൾ ടൈപ്പ്. 1040 ഈ ഒരു മൂവബിൾ ടൈപ്പ് പ്രിന്റിംഗ് വന്നത്. ഇത് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഇൻവെന്റ് ചെയ്തത് ബീഷങ് എന്ന് പറയുന്ന അദ്ദേഹമാണ്. ദെൻ അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് ഒരു ക്ലേ ടൈപ്പ് പ്രിന്റിംഗ് ആണ്. ഒരു ക്ലേ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രോസസ് ആയിരുന്നു നടന്നിരുന്നത്. പക്ഷെ ഇതൊരു ക്ലേ ആയതുകൊണ്ട് തന്നെ അത് വളരെ പെട്ടെന്ന് തന്നെ പൊട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സോ അതൊരു പരാജയമായിരുന്നു. ദെൻ അതിനുശേഷം വാങ്ഷൻ എന്ന് പറയുന്ന ഒരാൾ ഈ ഒരു ഐഡിയനെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്തിട്ട് 1298
അദ്ദേഹം കുറച്ചുകൂടെ ഡ്യൂറേഷൻ ഉള്ള അല്ലെങ്കിൽ ഡ്യൂറബിൾ ടൈപ്പ് ആയിട്ടുള്ള വുഡ് ഉപയോഗിക്കാൻ തുടങ്ങി. സോ ക്ലേയിൽ നിന്ന് മാറി അത് വുഡിലേക്ക് കടന്നു. സോ ക്ലേ ടൈപ്പില് മൂവബിൾ ടൈപ്പ് പ്രിന്റിംഗ് തുടങ്ങിയത് ബീഷിംഗ് ആണെങ്കിൽ വാങ്ഷൻ ആണ് വുഡ് ഉപയോഗിച്ചിട്ട് പ്രിന്റിംഗ് തുടങ്ങിയത്. അദ്ദേഹം തന്നെ ഒരു റിവോൾവിംഗ് ടേബിൾസ് എല്ലാം യൂസ് ചെയ്തുകൊണ്ട് ഒരു പ്രിന്റിംഗ് പ്രോസസ് നടത്തി. സോ the main method in use there remained woodblock printing. Xylography ആണ് ഇവിടെ, which proved to be cheaper and more efficient for printing Chinese with its thousands of characters. Thousands of characters വരെ പ്രിന്റ് ചെയ്യാവുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രിന്റിംഗ് ആയിരുന്നു അത്. ദെൻ അതിനുശേഷം ക്ലേ കഴിഞ്ഞു, വുഡ് കഴിഞ്ഞു, പിന്നീട് കോപ്പർ വന്നു. കോപ്പർ മൂവബിൾ ടൈപ്പ് പ്രിന്റിംഗ് അതും ചൈനയിൽ തന്നെ ഒറിജിനേറ്റ് ആയി 12th സെഞ്ചുറി ആയപ്പോൾ. ഇതൊക്കെ പ്രിന്റിംഗ് പ്രസ് വരുന്നതിന് മുമ്പ് നടന്ന കാര്യങ്ങളാണ് പറയുന്നത്. സോ ദെൻ കോപ്പർ മൂവബിൾ ടൈപ്പ് പ്രിന്റിംഗ് വന്നു. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ലാർജ് സ്കെയിൽ പ്രിന്റിംഗ് ഓഫ് പേപ്പർ മണി. പൈസ പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന ഒന്നാണ് കോപ്പർ മൂവബിൾ ടൈപ്പ്. അത് അന്നത്തെ കാലഘട്ടത്തിൽ നോർത്തേൺ സോങ് ഡൈനാസ്റ്റിയും ഘോറിയോ ഡൈനാസ്റ്റിയും ഒക്കെ ആ കാലഘട്ടത്തിലെ അന്ന് റൂൾ ചെയ്തിരുന്ന രാജാക്കന്മാരൊക്കെ ഈ ഒരു കോപ്പർ മൂവബിൾ ടൈപ്പ് പ്രിന്റിംഗ് യൂസ് ചെയ്തുകൊണ്ടാണ് പണമൊക്കെ പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിനുശേഷം 1230 1230 AD, ഇതൊക്കെ AD കാലഘട്ടത്തിലാണ്. അതിനുശേഷം വീണ്ടും ഒരു മെറ്റൽ ടൈപ്പ് മൂവബിൾ പ്രിന്റിംഗ് യൂസ് ചെയ്തു. ബ്രോൺസ് ആണ് അവർ യൂസ് ചെയ്തത്. ആ ഒരു ബ്രോൺസ് മൂവബിൾ ടൈപ്പ് പ്രിന്റർ യൂസ് ചെയ്തിട്ട് അവർ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ജിഗ്ജി വേണ്ടൊരു ബുക്ക്. അത് 1377 പബ്ലിഷ് ചെയ്തത്. ഇറ്റ് ഈസ് ദ ഏർലിയസ്റ്റ് നോൺ മെറ്റൽ പ്രിന്റഡ് ബുക്ക്. ഓക്കെ, ഇവിടെ ടൈപ്പ് കാസ്റ്റിംഗ് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടൈപ്പ് കാസ്റ്റിംഗ് കോയിൻസ്, അതായത് മെത്തേഡ് ഓഫ് കാസ്റ്റിംഗ് കോയിൻസ് യൂസ് ചെയ്തിട്ട് ചെയ്ത ഒരു പ്രിന്റിംഗ് ആയിരുന്നു അത്. ഇതെല്ലാം കഴിഞ്ഞു. ഈ ഒരു ടൈപ്പ് വുഡും ക്ലേയും ബ്രോൺസും കോപ്പർ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് 1415 ജോഹാനസ് ഗുട്ടൻബർഗ് ഫസ്റ്റ് മൂവബിൾ ടൈപ്പ് പ്രിന്റിംഗ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. യൂറോപ്പിലാണ് അദ്ദേഹം ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. The high quality and relatively low price of the Gutenberg Bible. അദ്ദേഹം ഈ ഒരു പ്രിന്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് ആദ്യമായിട്ട് പ്രിന്റ് ചെയ്തത് ഒരു ബൈബിൾ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഗുട്ടൻബർഗ് ബൈബിൾ 1455 established the superiority of movable type for Western languages. The printing press rapidly spread across Europe. അങ്ങനെ യൂറോപ്പിൽ നിന്നും അത് ആരംഭിക്കുകയാണ്. യൂറോപ്പിൽ നിന്നും ഒരു റിനൈസൻസ് ആരംഭിക്കുന്നു. ഓൾ ഓവർ ദ വേൾഡിലേക്ക് ഇത് പരക്കുന്നു. അങ്ങനെ ഈ ഒരു പ്രിന്റിംഗ് മെത്തേഡ് മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ വളർന്നു വരികയാണ്. ഇത്തരത്തിലുള്ള ഒരു ക്രിസ്ത്യൻ മിഷണറീസിന്റെ ഒരു സാധ്യത വളരെ കൂടുതലാകുന്നതിന് വേണ്ടിയും അത്തരത്തിലുള്ള കൺവേർഷൻസിനൊക്കെ വേണ്ടിയാണ് ഈ ഒരു പ്രിന്റിംഗ് പ്രോസസ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ ഒരു ഹിസ്റ്ററി അവിടെ ഉണ്ട്. സോ ഹിയർ ഗുട്ടൻബർഗ് ബൈബിൾ 1455 പ്രിന്റ് ചെയ്തു. യൂറോപ്പാണ്. അങ്ങനെ യൂറോപ്പില് പ്രിന്റിംഗ് പ്രസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി ഓരോ ഇയറും പലതരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായി. റോട്ടറി പ്രിന്റിംഗ് പ്രസ് ഒരു ടൈപ്പ് ഓഫ് പ്രിന്റിംഗ് ആണ്. അത് കണ്ടുപിടിച്ചത് റിച്ചാർഡ് മാർച്ച് ഹോ 1843 കണ്ടുപിടിച്ചതാണ്. ഇത് റോട്ടറി പ്രിന്റിംഗ് പ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിലിണ്ടർ ടൈപ്പ് റോൾസ് ഒക്കെ, ഇപ്പൊ നമ്മുടെ റബ്ബർ ഷീറ്റൊക്കെ അടിക്കുന്ന മെഷീൻസ് ഉണ്ടാവുമല്ലോ, അത്തരത്തിലുള്ള റോളിംഗ് മെഷീനിൽ വെച്ച് പേപ്പർ വെച്ചിട്ട് അത് അതിനെ റോൾ ചെയ്യുന്നതിനെയാണ് റോട്ടറി പ്രിന്റിംഗ് പ്രസ് എന്ന് പറയുക. അതിനെ ഒരു റോട്ടറി ഡ്രം പ്രിന്റിംഗ് എന്നൊക്കെ പറയും. It was significantly improved by William Bullock. There are multiple types of rotary printing press ന്റെ ടെക്നോളജീസ് ഇപ്പോഴും ഉണ്ട്. അതിന്റെ ടൈപ്സ് എന്ന് പറയുന്നത് ഷീറ്റ് ഫെഡ്, ഓഫ്സെറ്റ്, റോട്ടോഗ്രേവിയർ, ഫ്ലെക്സോഗ്രഫിക് പ്രിന്റിംഗ്. ഇതൊക്കെ റോട്ടറി പ്രിന്റിംഗ് പ്രസ്സിന്റെ കാറ്റഗറി പെടുന്നതാണ്. സോ ഈ ഒരു ഓഫ്സെറ്റ് പ്രിന്റിംഗ് പ്രസ്സിനെ കുറിച്ച് നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പം പ്രിന്റിംഗ് പ്രസ് പ്രോസസ്സിൽ അല്ലെങ്കിൽ പ്രിന്റിംഗ് പ്രസ്സിൽ ഉൾപ്പെടുന്നത് ഏതാ ഉൾപ്പെടാത്തത് ഏതാ എന്ന ക്വസ്റ്റ്യനിൽ ഈ ഓഫ്സെറ്റ് പ്രിന്റിങ്ങിനെ കുറിച്ച് ചോദിച്ചിരുന്നു. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് റോട്ടറി പ്രിന്റിംഗ്. ഓക്കെ,
എല്ലാ പ്രിന്റിംഗ് പ്രോസസ്സുകളും ഇമേജ് ഏരിയ, നോൺ ഇമേജ് ഏരിയ എന്ന രണ്ട് കൈൻഡ് ഓഫ് ഏരിയാസിലായിരിക്കും ഉൾപ്പെടുന്നത്. സോ ഇമേജ് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിന്റ് ചെയ്യുന്ന ഏരിയ. നോൺ ഇമേജ് ഏരിയ പറയുമ്പം പ്രിന്റ് ചെയ്യാത്ത ഏരിയ. After the information has been prepared for production, അതായത് pre-press step, each printing process has definitive means of separating the image from the non-image area. Conventional printing has 4 type of process. അപ്പോൾ ഈ ഒരു പ്രിന്റിങ്ങിൽ 4 പ്രോസസ്സ് നടക്കുന്നുണ്ട്. പ്ലാനോഗ്രാഫിക്സ്, റിലീഫ്, ഇൻഡാഗ്ലിയോ പ്രിന്റിംഗ്, then porous or stencil printing. ഈ ഇൻഡാഗ്ലിയോ പ്രിന്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ വരുന്നതാണ് ഗ്രേവിയർ പ്രിന്റിംഗ്. പ്ലാനോഗ്രാഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ in which the printing and non-printing areas are on the same plane surface and the difference between them is maintained chemically or by physical properties. ഈ ഒരു ഓഫ്സെറ്റ് ലിത്തോഗ്രഫി, കൊളോടൈപ്പ്, സ്ക്രീൻലെസ് പ്രിന്റിംഗ് ഒക്കെ ഈ ഒരു പ്ലാനോഗ്രാഫിക്സിൽ വരുന്നതാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരേ സെയിം പ്ലെയിൻ സർഫസിൽ തന്നെ 2 ടൈപ്സ് ഓഫ് പ്രിന്റിങ്ങും നടക്കുന്നുണ്ട്. റിലീഫ് പ്രിന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഒരു പ്ലെയിൻ സർഫസ് ആയിരിക്കും. അതിലെ നോൺ പ്രിന്റിംഗ് ഏരിയാസ് ഇതിന്റെ അടിയിലായിരിക്കും. സോ അതിൽ വരുന്നതാണ് ഫ്ലെക്സോഗ്രഫിയും ലെറ്റർ പ്രസ് പ്രിന്റിങ്ങും. സോ ഈ ഒരു ടൈപ്സ് പഠിക്കണം. ദെൻ ഇൻഡാഗ്ലിയോ പ്രിന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ പ്രിന്റിംഗ് ആയിട്ടുള്ള, അതായത് ഇമേജസ് ഇല്ലാത്ത ഏരിയാസ് പ്ലെയിൻ സർഫസിൽ വരും. പ്രിന്റ് ചെയ്യാൻ പോകുന്ന ഏരിയ വന്നിട്ട് ഈ ബിലോ ദ സർഫസിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതിന്റെ എക്സാമ്പിൾസ് ആണ് സ്റ്റീൽ ഡൈ എൻഗ്രേവിംഗ്, ഗ്രേവിയർ, എച്ചിങ്, കൊളാഗ്രാഫ്. ഇതൊക്കെ ടൈപ്പ് പ്രിന്റിംഗ് ആണ്. ദെൻ പോറസ് ഓർ സ്റ്റെൻസിൽ. ഇതില് printing areas are on fine mesh screens through which ink can penetrate, and the non-printing areas are a stencil over the screen to block the flow of ink. അതായത് പ്രിന്റിംഗ് ഏരിയാസിലേക്ക് ഇങ്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫൈൻ മെഷ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ ആയിരിക്കും ഉണ്ടാവുക. അതേസമയം നോൺ പ്രിന്റിംഗ് ഏരിയാസിലേക്ക് ഒരു ഈ ഇങ്കിനെ ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റെൻസിൽ ഉണ്ടായിരിക്കും. സോ അപ്പോൾ ആ ഇങ്ക് അങ്ങോട്ട് പോകാതെ അതൊരു നോൺ പ്രിന്റിംഗ് ഏരിയ ആയിട്ട് മാറും. അതിന്റെ എക്സാമ്പിൾസ് ആണ് സ്ക്രീൻ പ്രിന്റിങ്ങും സ്റ്റെൻസിൽ ഡ്യൂപ്ലിക്കേറ്റർ, റിസോഗ്രാഫും ഒക്കെ ഈ ഒരു ടൈപ്പ് ഓഫ് പ്രിന്റിങ്ങിൽ വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്രോപ്പ് മാർക്സ്. ക്രോപ്പ് മാർക്സ് എന്ന് പറഞ്ഞാൽ ടു പ്രിന്റ് ആൻ ഇമേജ് വിത്തൗട്ട് എ ബ്ലാങ്ക് ഏരിയ അറൌണ്ട് ദ ഇമേജ്. The non-printing areas must be trimmed after printing. Crop marks can be used to show the printer where the printing area ends and the non-printing area begins. The part of the image which is trimmed off is called bleed. അതായത് ഒരു ഇമേജിന്, അതായത് ഒരു പ്രിന്റിംഗ് പ്രോസസ്സ് നടക്കുമ്പം പ്രിന്റിംഗ് ഏരിയാസ് ഉണ്ടായിരിക്കും, നോൺ പ്രിന്റിംഗ് ഏരിയാസ് ഉണ്ടായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. ഇതിലെ ഈ ഒരു നോൺ പ്രിന്റിംഗ് ഏരിയാസിനെ ട്രിം ഓഫ് ചെയ്ത് കളയണം. ആ ഒരു ട്രിമ്മിങ് മെത്തേഡാണ് ക്രോപ്പ് മാർക്സ് എന്ന് പറയുക. ആ ഒരു ഇമേജിനെ ട്രിം ചെയ്യുന്നതിന്, ആ ഒരു പാർട്ട് ഓഫ് ദ ഇമേജ് അല്ലെങ്കിൽ ട്രിം ചെയ്ത് കളയുന്ന ആ ഒരു പാർട്ട് ഓഫ് ദ ഇമേജിനെയാണ് നമ്മൾ ബ്ലീഡ് എന്ന് പറയുക. ഓക്കെ, ഇനി ലെറ്റർ പ്രസ് പ്രിന്റിംഗ് എന്താണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ലെറ്റർ പ്രസ് പ്രിന്റിംഗ് ഒരു റിലീഫ് പ്രിന്റിംഗ് ആണ്. അതായത് ആ ഒരു പ്രിന്റ് ചെയ്യേണ്ട ഏരിയ മുകളിലും നോൺ പ്രിന്റിംഗ് ഏരിയ ബിലോ ദ സർഫസും ആയിരിക്കും എന്ന് പറഞ്ഞു. ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു മൂവബിൾ ടൈപ്പ് ആണ്. ഇൻ ടു ദ ബെഡ് ഓഫ് എ പ്രസ്, ഇങ്ക്സ് ആൻഡ് പ്രസ്സസ് പേപ്പർ അഗെയിൻസ്റ്റ് ഇറ്റ് ടു ട്രാൻസ്ഫർ ദ ഇങ്ക് ഫ്രം ദ ടൈപ്പ് വിച്ച് ക്രിയേറ്റ്സ് ആൻ ഇംപ്രഷൻ ഓൺ ദ പേപ്പർ. ഇതെന്ന് പറഞ്ഞാൽ ഒരു മൂവബിൾ ടൈപ്പ്, ഒരു ബെഡ് ഓഫ് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു സർഫസിനെ കുറിച്ച് ചിന്തിക്കുക. അതിലൊരു പേപ്പറും ഇങ്കൊക്കെ വെച്ച് നമ്മൾ അതിനെ വളരെ മൂവ് ചെയ്തിട്ട് വളരെ പ്രസ് ചെയ്ത് വിടുക എന്ന് വിചാരിക്കുക. സോ ആ ഒരു ഇംപ്രഷൻ ആ പേപ്പറിൽ വരുന്നു. അതിനെയാണ് ലെറ്റർ പ്രസ് പ്രിന്റിംഗ് എന്ന് പറയുക. There is a different paper for different works. The quality of paper shows different ink to use. ഓരോന്നിനും ഓരോ ഡിഫറെന്റ് ആയിട്ട് പേപ്പേഴ്സ് കൊടുത്തിട്ട് മൂവ് ചെയ്തിട്ട് ആ ഒരു ഇംപ്രഷനെ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ലെറ്റർ പ്രസ് പ്രിന്റിംഗ്. സോ ഇറ്റ് ഇസ്
It is a normal form of printing text from its invention. Johannes Gutenbergന്റെ ഒരു type of printing ആണിത്. Then offset printing ആ സമയത്താണ് ഡെവലപ്പ് ആയത്. ഓഫ്സെറ്റ് പ്രിന്റിംഗ് പറഞ്ഞാൽ ഇതിൽ നിന്നും ഡിഫറെന്റ് ആണ്. ഇവിടെ വന്നിട്ട് റിലീഫ് പ്രിന്റിംഗിൽ പ്ലെയിൻ ഏരിയ മുകളിലാണെങ്കിൽ ഓഫ്സെറ്റ് പ്രിന്റിംഗിൽ നോൺ പ്രിന്റിംഗ് ഏരിയ ആയിരിക്കും above the surface ഉണ്ടായിരിക്കാം. It is widely used modern printing process. This technology is best described as when a positive image on a printing plate is inked and transferred from the plate to a rubber blanket. ഈ ഒരു ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഒരു പ്ലേറ്റിൽ നിന്നും റബ്ബർ ബ്ലാങ്കറ്റിലേക്കാണ് ആ ഒരു ഇമേജിനെ അവർ ട്രാൻസ്ഫർ ചെയ്യുന്നത്. The blanket image becomes a mirror image. ഈ ഒരു ബ്ലാങ്കറ്റ് ഇമേജ് ഒരു മിറർ ഇമേജ് ആയിട്ട് മാറുന്നു. അതായത് ഈ പ്ലേറ്റ് ഇമേജിന്റെ ഒരു മിറർ ഇമേജ് ആയിട്ടാണ് ഈ ബ്ലാങ്കറ്റ് ഇമേജ് മാറുന്നത്. അതിനുശേഷം ഇതിനെ ഒരു പ്രിന്റിംഗ് സബ്സ്ട്രേറ്റിലേക്ക് മൂവ് ചെയ്യുകയാണ്. അപ്പം ഇവിടെ ലിത്തോഗ്രാഫിക് പ്രോസസ് ആണ് നടക്കുക. It is based on the repulsion of oil and water. Offset process employs a flat planographic image carrier which is mounted on a press cylinder. ഇവിടെ നമ്മൾ പ്ലാനോഗ്രാഫിക്കിനെ കുറിച്ച് പറഞ്ഞു. അത്തരത്തിലുള്ള ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് കാരിയർ അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് ആയിരിക്കും ഉണ്ടാവുക. അതൊരു പ്രസ് സിലിണ്ടർ ടൈപ്പിലുള്ള ഒരു പ്രസ് സിലിണ്ടറിന്റെ മുകളിൽ ഇങ്ങനൊരു പ്ലേറ്റ് വെച്ചിട്ടുണ്ടാവും. The image to be printed obtains ink from ink rollers. ഈ ഒരു ഇങ്ക് റോളേഴ്സിലേക്ക് ഇങ്ക് വരും. തുടർന്ന് അവിടെ പ്രിന്റിംഗ് പ്രോസസ്സ് നടക്കുകയാണ്. സോ പ്ലേറ്റ്, ബ്ലാങ്കറ്റ്, ഇംപ്രഷൻ, ഈ ഒരു 3 സിലിണ്ടേഴ്സ് ആണ് ഇവിടെ വർക്കിംഗ് ആവുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ബുക്കുകളും ന്യൂസ് പേപ്പേഴ്സ് എല്ലാം ഈ ഒരു ഓഫ്സെറ്റ് ലിത്തോഗ്രഫി യൂസ് ചെയ്തുകൊണ്ടാണ് പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ. Then gravier printing. Gravier printing is an intaglio printing technique. ഇവിടെ ഇമേജ് എന്ന് പറയുന്നത് വളരെ ഒരു പ്രിന്റിംഗ് പ്ലേറ്റിന്റെ സർഫസിൽ വളരെ സ്മോൾ ഡിപ്രഷൻസ് പോലെയുള്ള ഇമേജസിനെ വെച്ചിട്ടാണ് ഈ ഒരു പ്രിന്റിംഗ് നടക്കുന്നത്. ഇതില് സെല്ലുകളൊക്കെ ഇങ്ക് ഫിൽ ചെയ്ത് വെക്കും. അതിനുശേഷം ഈ ഒരു സർഫസിൽ സ്ക്രാപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. Then a rubber covered roller presses paper onto the surface of the plate and into contact with the ink in the cells. The printing cylinders are usually made from copper plated steel ആയിരിക്കും. ഗ്രേവിയർ പ്രിന്റിംഗിൽ കോപ്പർ പ്ലേറ്റ് ആയിരിക്കും. അതേസമയം ഓഫ്സെറ്റിൽ അതൊരു റബ്ബർ ബ്ലാങ്കറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഗ്രേവിയർ പ്രിന്റിംഗ് ഇത് യൂസ് ചെയ്യുന്നത് മാഗസീൻസും ഈ പാക്കേജിങ്, പ്രിന്റിംഗ് ഓൺ ടു ഫാബ്രിക്, വാൾപേപ്പേഴ്സ് ഒക്കെ പ്രിന്റ് ചെയ്യുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രിന്റിംഗ് ആണ് ഗ്രേവിയർ പ്രിന്റിംഗ്. ഇനി ഫ്ലക്സോഗ്രഫി എന്ന് പറഞ്ഞാൽ ഒരു റിലീഫ് ടൈപ്പ് പ്രിന്റിംഗ് ആണ്. ഇത് ഫോട്ടോ പോളിമേഴ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഉപയോഗിക്കുന്നത് ഇതേപോലെ പാക്കേജിങ്, പിന്നെ ന്യൂസ് പേപ്പർ ലേബലുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രിന്റിംഗ് ആണ് ഫ്ലക്സോഗ്രഫി. ഇതില് USA, അമേരിക്ക, ഏഷ്യ, യൂറോപ്പ് അങ്ങനെയുള്ള കൺട്രീസിലൊക്കെ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രിന്റിംഗ് ആണ് ഫ്ലക്സോഗ്രഫി. ദെൻ ഡൈ സബ്ലിമേഷൻ പ്രിന്റർ. ഇനി ഒരുപാട് പ്രിന്റിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത് ഡൈ സബ്ലിമേഷൻ പ്രിന്റർ, ഇങ്ക് ജെറ്റ്, ലേസർ പ്രിന്റിംഗ് നമുക്കറിയാം. നമ്മൾ ആധാർ കാർഡൊക്കെ കോപ്പി ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ നമ്മൾ അക്ഷയയിലൊക്കെ പോകുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പ്രിന്റിംഗ് ആണ് ലേസർ പ്രിന്റിംഗ്. ദെൻ പാഡ് പ്രിന്റിംഗ് ഉണ്ട്, റിലീഫ് പ്രിന്റ് ഉണ്ട്, സ്ക്രീൻ പ്രിന്റിംഗ്, ദെൻ ഇൻഡാഗ്ലിയോ, തേർമൽ പ്രിന്റിംഗ്. ഇതില് ഇങ്ക് ജെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പ്രിന്റ് എ സ്മാൾ നമ്പർ ഓഫ് ബുക്സ് ഓർ പാക്കേജിംഗ് and also to print a variety of materials from high quality papers, simulating offset printing to floor tiles. Inkjet is also used to apply mailing addresses to direct mail pieces. Laser printing എന്ന് പറഞ്ഞാൽ ടോണർ പ്രിന്റിംഗ് ആണ്. ഇത് ഓഫീസസിലും പ്രിന്റിംഗ് ട്രാൻസാക്ഷൻ, ബില്ല്, ബാങ്ക് ഡോക്യുമെന്റ്സ് ഓൾറെഡി പറഞ്ഞു അക്ഷയയിലെല്ലാം യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പ്രിന്റിംഗ് ആണ്. ഇത് കോമൺലി യൂസ് ചെയ്യുന്നത് ഡയറക്റ്റ് മെയിൽ കമ്പനീസ് ആണ്. വേരിയബിൾ ഡാറ്റാസും ലെറ്റേഴ്സും കൂപ്പൺസും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രിന്റിംഗ് ആണ് ലേസർ പ്രിന്റിംഗ്.
പാഡ് പ്രിന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-dimensional സർഫസിൽ പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രിന്റിംഗ് മെത്തേഡാണ്. ദെൻ കാറ്റലോഗ്സ് പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് റിലീഫ് പ്രിന്റിംഗ്. ദെൻ സ്ക്രീൻ പ്രിന്റിംഗ് നമുക്കറിയാം, ടീഷർട്ടുകള്, ഫ്ലോർ ടൈലുകള്, അൺഈവൻ ആയിട്ടുള്ള സർഫേസസിലൊക്കെ പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് സ്ക്രീൻ പ്രിന്റിംഗ്. ദെൻ ഇൻഡാഗ്ലിയോ ഉപയോഗിക്കുന്നത് ഡോക്യുമെന്റ്സ്, കറൻസീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിന്, ഹൈ വാല്യൂ ഡോക്യുമെന്റ്സ് ആയിട്ടുള്ള കറൻസി പോലുള്ള പേപ്പേഴ്സ് പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഇൻഡാഗ്ലിയോ പ്രിന്റിംഗ് അഥവാ ഗ്രേവിയർ പ്രിന്റിംഗ്. അതൊരു കോപ്പർ പ്ലേറ്റഡ് സ്റ്റീൽ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രിന്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അതുപോലെ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡയമണ്ട് എൻഗ്രേവിംഗ്, എച്ചിങ് ഓർ ലേസർ അബ്ലേഷൻ. ഓക്കെ. ദെൻ തെർമൽ പ്രിന്റിംഗ് 1990s ഫാക്സ് പ്രിന്റ് ചെയ്യാനൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രിന്റിംഗ് ആണ്. ഇത് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. എയർലൈൻ ബാഗേജ് ടാഗുകളും ഇൻഡിവിജ്വൽ പ്രൈസ് ലേബിൾസും സൂപ്പർ മാർക്കറ്റിലെ ഡെലി കൗണ്ടേഴ്സിലൊക്കെ കിട്ടുന്ന ടൈപ്പ് ഓഫ് പേപ്പേഴ്സിനൊക്കെ പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് തെർമൽ പ്രിന്റിംഗ് ആണ്. അപ്പോൾ ഇത്രയും ടൈപ്സ് ഓഫ് പ്രിന്റിംഗ് ആണ് നിലവിൽ ഉള്ളത്. ഓക്കെ, ഇനിയും കൂടുതൽ പ്രിന്റിംഗ് മെത്തേഡുകളുണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഇനി ചില കോമൺ പ്രിന്റിംഗ് ടെക്നോളജീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്ലൂ പ്രിന്റ്, ദെൻ ഡെയ്സി വീൽ, ഡോട്ട് മെട്രിക്സ്, ലൈൻ പ്രിന്റിംഗ്, ഹീറ്റ് ട്രാൻസ്ഫർ, ഇങ്ക്ജെറ്റ്, ഇലക്ട്രോ ഫോട്ടോഗ്രഫി, ലേസർ, സോളിഡ് ഇങ്ക് പ്രിന്റർ. ഇവിടെ ഡോട്ടോമെട്രിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ കോമൺ പ്രിന്റിംഗ് ടെക്നോളജികളാണ്. ബ്ലൂ പ്രിന്റ് ഇസ് റിലേറ്റഡ് കെമിക്കൽ ടെക്നോളജി. ഡെയ്സി വീൽ എന്ന് പറയുമ്പം ക്യാരക്ടേഴ്സിനെ ഇൻഡിവിജ്വൽ ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും. അതേസമയം ഡോട്ട് മെട്രിക്സ് എന്ന് പറയുമ്പം പേര് പോലെ തന്നെ ഡോട്ടുകളായിട്ടായിരിക്കും ഒരു പ്രിന്റിംഗ് സ്റ്റഡുകൾ ഉണ്ടായിരിക്കുക. ലൈൻ പ്രിന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടേഴ്സ് ഒക്കെ ലൈൻസ് ആയിട്ടായിരിക്കും പേപ്പറിൽ അപ്ലൈ ചെയ്യുക. ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർലി ഫാക്സ് മെഷീൻസ് അല്ലെങ്കിൽ മോഡേൺ റെസിപ്റ്റ് പ്രിന്റേഴ്സ് ഒക്കെ ഈ ഒരു ഹീറ്റ് യൂസ് ചെയ്തിട്ട് പ്രിന്റിംഗ് പ്രോസസ്സിലേക്ക് പോകുമ്പം ആ ഒരു ഇമേജിനെ ബ്ലാക്ക് ആക്കിയിട്ട് നമുക്ക് കിട്ടും. Then inkjet എന്ന് പറഞ്ഞാൽ bubble jet where ink is sprayed onto the paper to create the desired image. Then electrophotography, ഇതൊരു ചാർജ്ഡ് ഇമേജ് ആണ്. Then developed. Laser എന്ന് പറയുമ്പം xerography ആണ്. ചാർജ്ഡ് ഇമേജസ് റിട്ടൺ പിക്സൽ ബൈ പിക്സൽ യൂസിങ് എ ലേസർ. ഒരു ലേസർ ഉപയോഗിച്ചുകൊണ്ട് ചാർജ്ഡ് ഇമേജിനെ പിക്സൽ ബൈ പിക്സൽ ആയിട്ട് റിട്ടൺ ചെയ്യുന്നതാണ് ലേസർ ടൈപ്പ് അല്ലെങ്കിൽ xerography. Then solid ink printer എന്ന് പറയുമ്പം സോളിഡ് സ്റ്റിക്സ് ഓഫ് ഇങ്ക് ആർ മെൽറ്റഡ് ടു മേക്ക് ലിക്വിഡ് ഇങ്ക് ഓർ ടോണർ. സോ ഒരു പ്രിന്റിംഗ് എന്താണ് അല്ലെങ്കിൽ ഒരു പ്രിന്റിംഗ് ടൈപ്പുകൾ എന്താണെന്ന് വളരെ വേഗത്തിൽ നമ്മൾ പറഞ്ഞു പോയതാണ്. ഇനി ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ ഓഫ്സെറ്റ് പ്രിന്റിംഗ്, ഇങ്ക്ജെറ്റ് പ്രിന്റിംഗ്, ഇൻഡാഗ്ലിയോ പ്രിന്റിംഗ്, അത്തരം പ്രിന്റിങ്ങുകളുടെയൊക്കെ ആ ഒരു പ്രിന്റിംഗ് മെഷീൻസിന്റെയൊക്കെ ഇമേജസ് വെച്ചിട്ട് എക്സാമ്പിൾസ് വെച്ചിട്ട് ഒരു ക്ലാസ് കൂടെ നമുക്ക് എടുക്കാം. സോ നിങ്ങൾക്ക് അപ്പോൾ ആ ഒരു ഇമേജസ് കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. ഇപ്പോൾ റബ്ബർ ബ്ലാങ്കറ്റ് യൂസ് ചെയ്യുന്ന ഇമേജ് പ്രസ് ചെയ്ത പ്രിന്റർ ഏതാണ്, അല്ലെങ്കിൽ ലേസർ പ്രിന്റിംഗ് എന്താണ്, അത്തരത്തിലുള്ള ആ ഒരു പ്രോസസ്സിങ് എങ്ങനെയാണ്, അത്തരത്തിലുള്ളതൊക്കെ പഠിച്ചിരിക്കണം. സോ എക്സാമ്പിൾസ് ഇമേജസ് വെച്ചിട്ട് കൂടുതൽ പ്രിന്റിംഗ് മെത്തേഡ്സ് നമുക്ക് പഠിക്കാം. ഓക്കെ, താങ്ക് യു.